വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. വിവാഹ തട്ടിപ്പു കേസിൽ യുവതി അറസ്റ്റിൽ. തമിഴ്നാട്ടിലെ കൊടിയമ്പാളയം സ്വദേശി ലക്ഷ്മി എന്ന നിശാന്തിയാണ് പിടിയിലായത്. 4 പേരെയാണ് യുവതി വിവാഹം കഴിച്ച് തട്ടിപ്പിനിരയാക്കിയത്. ഡോക്ടർ എന്ന വ്യാജേനയാണ് ലക്ഷ്മി യുവാക്കളുമായി അടുപ്പം സ്ഥാപിച്ചിരുന്നത്. യുവതിയുടെ തട്ടിപ്പിനിരയായ യുവാക്കളിൽ ഒരാൾ നൽകിയ പരാതിയിലാണ് സിർക്കാഴി പോലീസിന്റെ നടപടി. 2 കുട്ടികളുടെ അമ്മയാണ് യുവതി. 10 വർഷം മുൻപ് ലക്ഷ്മിയുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു. തുടർന്ന് അമ്മയോടൊപ്പമായിരുന്നു യുവതിയുടെ താമസം. 2017 മുതലാണ് ലക്ഷ്മി വിവാഹ തട്ടിപ്പ് ആരംഭിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഡോക്ടറാണെന്ന് നടിച്ച് യുവാക്കളുമായി അടുപ്പത്തിലായി വിവാഹം കഴിച്ച ശേഷം പെട്ടെന്ന് കടന്നു കളയുന്നതായിരുന്നു പതിവ്. പുത്തൂർ സ്വദേശി നെപ്പോളിയൻ, ചിദംബരം ഗോൾഡൻ നഗറിലെ രാജ, സിർക്കാഴി സ്വദേശി ശിവേന്ദ്രൻ എന്നിവർക്ക് പുറമെ സേലം സ്വദേശിയായ യുവാവിനെയും ഇവർ വിവാഹം കഴിച്ചതായി കണ്ടെത്തി. സിർക്കാഴിയിലെ ശിവചന്ദ്രനുമായുള്ള വിവാഹത്തിന്റെ ഫോട്ടോകൾ സമൂഹമാധ്യമത്തിൽ കണ്ടതിനെ തുടർന്ന് പുത്തൂർ സ്വദേശി നെപ്പോളിയൻ പരാതി നൽകുകയായിരുന്നു. മയിലാടുംതുറയിലെ സീർക്കാഴിക്കടുത്ത് തിട്ടായിലെ കുളക്കര സ്ട്രീറ്റിലെ സ്വകാര്യ ബാങ്ക് ജീവനക്കാരനായ ജയ ശിവചന്ദ്രൻ അമ്മയുടെ ചികിത്സയ്ക്കായി ചിദംബരം രാജമുത്തയെ ആശുപത്രിയിലെത്തിയപ്പോഴാണ് ഡോക്ടർ നിശാന്തിനി എന്ന് സ്വയം പരിചയപ്പെടുത്തിയ യുവതിയെ പരിചയപ്പെട്ടത്. ഇടയ്ക്കിടെ ആശുപത്രി സന്ദർശിക്കുന്നതിനിടയിൽ ശിവചന്ദ്രൻ നിശാന്തിയുമായി അടുപ്പത്തിലായി. ജനുവരി 20 ഇരുവരും സീർക്കാഴിയിലെ ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിവാഹിതരായി. ഡോക്ടറെ വിവാഹം കഴിച്ച വിവരം ശിവചന്ദ്രൻ സമൂഹമാധ്യമങ്ങളിലൂടെ തന്റെ സുഹൃത്തുക്കളെ അറിയിച്ചു. വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. തന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഡോക്ടറെ വിവാഹം കഴിച്ചെന്നായിരുന്നു ശിവചന്ദ്രൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റ്. എന്നാൽ സീർക്കാഴിക്കടുത്ത് പുത്തൂർ സ്വദേശി ടി നെപ്പോളിയൻ പോസ്റ്റ് കണ്ടതോടെയാണ് യുവതി കുടുങ്ങിയത്. ഫോട്ടോയിലുള്ളത് 2017 താൻ വിവാഹം കഴിച്ച മീരയാണെന്ന് നെപ്പോളിയൻ തിരിച്ചറിഞ്ഞു. ഡോക്ടർ നിശാന്തി യഥാർത്ഥത്തിൽ തന്റെ ഭാര്യ മീരയാണെന്ന് അവകാശപ്പെട്ട നെപ്പോളിയൻ ഉടൻ തന്നെ സീർക്കാഴി ഓൾഡ് വുമൺ പോലീസിനെ സമീപിക്കുകയും വിശദമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. നെപ്പോളിയന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നവദമ്പതികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. വിശദമായ ചോദ്യം ചെയ്യലിലാണ് യുവതി യഥാർത്ഥ സംഭവങ്ങൾ വെളിപ്പെടുത്തിയത്. മയിലാടുംതുറ കൊല്ലിടത്തിനടുത്തുള്ള കൊടിയമ്പാളയിൽ വില്ലേജിൽ താമസിക്കുന്ന ലക്ഷ്മിയാണ് താനെന്ന് യുവതി പോലീസിനോട് വെളിപ്പെടുത്തി. 2010 പഴയാർ സ്വദേശി സിലംബരശനെയാണ് ലക്ഷ്മി വിവാഹം കഴിച്ചത്. ദമ്പതികൾക്ക് 2 കുട്ടികളും ജനിച്ചു, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സിലംബരശൻ മരിച്ചു. ഇതിന് പിന്നാലെ യുവതി പെൺകുഞ്ഞിനെ ഭർത്താവിന്റെ സഹോദരൻ ജയകുമാറിന്റെയും ആൺകുഞ്ഞിനെ അമ്മയുടെ സംരക്ഷണയിലും വിട്ടു. കുടുംബ ബന്ധങ്ങളിൽ നിന്നും മോചിതയായ യുവതി വിവാഹത്തിന്റെ പേരിൽ പുരുഷന്മാരെ വഞ്ചിക്കാൻ തുടങ്ങി. കടലൂർ ജില്ലയിലെ ചിദംബരത്തെ ഗോൾഡൻ നഗറിൽ നിന്നുള്ള എൻ രാജയും കബളിപ്പിച്ചിരുന്നുവെന്നും യുവതി വെളിപ്പെടുത്തി. ഈറോഡിൽ നിന്നുള്ള മറ്റൊരാളെ വിവാഹം കഴിച്ചിരുന്നുവെന്നും 2 വിവാഹം കഴിഞ്ഞ ആഭരണങ്ങളും പണമായി രക്ഷപ്പെടുകയായിരുന്നുവെന്നും യുവതി വെളിപ്പെടുത്തി. ഇതോടെ പോലീസ് യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.